ഇനിയിപ്പോൾ പ്ലൈവുഡ് എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല പ്ലൈവുഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. ശരി ശരി. അപ്പോൾ നമ്മൾ സീലിങ്ങിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള വെച്ചാൽ അത് പോളിഷാണ്, ജിപ്സം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വുഡല്ല ശരിക്കും ആക്ച്വലി. ഓക്കെ ഓക്കെ ഓക്കെ. പോളിഷ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓഹോ. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് കോസ്റ്റും കുറയും. മെയിൻ്റെനൻസും കുറയും. ഓക്കെ. അപ്പോൾ ഇനി ചെതൽ പിടിക്കണ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല അതിൽ. ഓക്കെ. ആണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ കോസ്റ്റ് കൂടും. സ്ട്രക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രെയിംവർക്കൊക്കെ കോസ്റ്റ് കൂടും. പ്ലൈവുഡ് ആകുമ്പോൾ ജിപ്സ് ആകുമ്പോൾ കുറയും. അത് ശരി. മൊത്തത്തിൽ തന്നെ കോസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ജിപ്സ് ആണെങ്കിൽ. അത് ശരി. നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഒരു റിക്വസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ഔട്ടാവരുത് ഡിസൈൻ. ഓക്കെ. കാലാകാലം നിലനിൽക്കുന്ന ഒരു ഡ്രസ്സ്, അതും മെയിൻ്റെനൻസ് ഫ്രീ ആയിരിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസൈനിലോട്ട് ഇപ്പോൾ ഈ വുഡനും പിന്നെ അതുപോലെ ജിപ്സം ഇതിലോട്ടൊക്കെ പോകാൻ കാരണം